അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തങ്ങളുടെ ഹിക്മ അതാഇയ്യയിലെ അടുത്തൊരു ഹിക്മത്ത്, ലിയുഖഫിഫ് അലമൽ ബലാഇ അലൈക് ഇൽമുക ബിഅന്നഹു സുബ്ഹാനഹു ഹുവൽ മുബ്ലി ലക് ഫല്ലദി واجهتك منه الأقدار هو الذي عوضك حسن الاختيار ليخفف ألم البلاء عليك. നിന്റെ പരീക്ഷണങ്ങളിൽ നീ അകപ്പെടുമ്പോൾ ആ പരീക്ഷണത്തിൻ്റെ വേദന ലഘൂകരിക്കട്ടെ. എന്താ ലഘൂകരിക്കാനുള്ള സാധനം? ഇൽമുക ബി അന്നഹു സുബ്ഹാനഹു ഹുവൽ മുബ്ലി ലക, അള്ളാഹുവാണ് നിന്നെ പരീക്ഷിക്കുന്നത് എന്ന ബോധം വന്നാൽ നിന്റെ ബലാഇൻ്റെ വേദന, തീക്ഷ്ണത ലഘൂകരിക്കപ്പെടും. കാരണം ഈ ഖദറുകളൊക്കെ തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ചോയ്സുകൾ, സെലക്ഷൻസ് മാത്രം തരുന്ന ആളാണ് നിനക്ക് വേണ്ടി. തുടക്കം മുതൽ ഒടുക്കം വരെ നിനക്ക് ഇഖ്തിയാർ ചെയ്തതെല്ലാം നല്ലതായിരുന്നു. നിന്നെ വളർത്തിയത് തുടക്കത്തിൽ അത് ഒടുക്കം വരെ നിന്നെ കൊണ്ടു നടക്കുന്നത്, സംരക്ഷിക്കുന്നത് അതെല്ലാം അള്ളാഹു അല്ലേ ചെയ്തത്. ആ അള്ളാഹു ആണല്ലോ എനിക്ക് ഈ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുത്തുന്നത്. അങ്ങനെയെങ്കിൽ അതിലൊരു ഖൈർ ഉണ്ടാകും എന്ന ചിന്തയായിരിക്കണം നമുക്ക് വേണ്ടത്. ആ ചിന്തയിൽ നിന്ന് നമുക്കുള്ള ബലാഇനെ ലഘൂകരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ വേദനയെ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഖദർ, ഖലാ, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള ആ സിഖത്ത് ബില്ലാഹി തആല, അള്ളാഹു തആലക്കുള്ള ആ സിഖത്ത്, ഒരു വിശ്വാസം, അത് നമ്മൾ ദൃഢീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അള്ളാഹുവാണ് എന്നെ പരീക്ഷിക്കുന്നത് എന്നൊരു ചിന്ത വരണം. നിയമത്ത് കിട്ടുമ്പോൾ ആ നിയമത്ത് തരുന്നത് അള്ളാഹുവാണെന്നുള്ളൊരു ചിന്ത വേണം. ഈ ബലാ എത്തിയാലും അത് നീക്കിത്തരുന്നവനും അള്ളാഹു ആണെന്നുള്ള ചിന്ത. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും. ഈ ബലാ അള്ളാഹു തന്നതാണ് എനിക്ക്, അതിൽ അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, ആ ഖൈർ വഴി വിജയത്തിലേക്ക് എത്താൻ എനിക്ക് സാധിക്കും എന്നൊരു ചിന്ത ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. അപ്പോൾ എന്തും ഏതും എൻ്റെ നിമിഷങ്ങളെല്ലാം കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് വരുത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്നുള്ള ചിന്ത വന്നാൽ പിന്നെ നമ്മളിൽ വരുന്ന പ്രശ്നങ്ങൾക്കൊരു കൂടുതൽ ചിന്തകൾ നമുക്ക് വരില്ല, അല്ലെങ്കിൽ ഒരു സങ്കടങ്ങൾ വരില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് നമുക്ക് സമാധാനിക്കാം. ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ സമാധാനമാണ്, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമാധാനമാണത്. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹു തന്നതല്ലേ, അള്ളാഹു അത് നീക്കി കളഞ്ഞോളും, അല്ലെങ്കിൽ ഒരു ഖൈർ ഉണ്ടാകും എന്നൊരു ചിന്ത. അപ്പോൾ അള്ളാഹുവിലുള്ളൊരു സിഖത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഇങ്ങനെ കൃത്യമായിട്ട് ദൃഢീകരിക്കാനുള്ളൊരു മാർഗം തദക്കുറു നിഅമത്തില്ലാഹ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. എത്രത്തോളം നമ്മൾ മിക്കവാറും അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിച്ചാൽ കിട്ടൂല. നമ്മൾക്ക് എന്തൊരു ഇടങ്ങേറുകൾ വന്നാൽ ആ ഇടങ്ങേറിനെ കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾക്ക് പെട്ടെന്ന് വരിക. അനുഗ്രഹങ്ങളും നമ്മുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല. റസൂൽ പറഞ്ഞല്ലോ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സർബിഹി മുആഫൻ ഫി ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരാൾ തൻ്റെ വീട്ടിൽ നിർഭയത്വത്തോടെ, കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ, ഇന്നത്തേക്ക് മതിയായ ഭക്ഷണവുമായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ആ അനുഗ്രഹം നമുക്ക് ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും നമുക്കിടയിൽ. ഇല്ലാത്തവരുണ്ടോ? നിർഭയത്വമില്ലാതെ ആരെയോ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ. ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടേണ്ടി വരുന്ന ഇന്നത്തെ ഒരു ഇതുമില്ല. ഇന്നിപ്പോൾ എന്താ കാട്ടുന്നൊരു പിടുത്തമില്ല. അങ്ങനത്തെ ഒരു ചിന്ത. ഭാവിയിലേക്കുള്ള, അല്ലെങ്കിൽ വീട്, മറ്റു കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും. ഇന്നത്തെ അവസ്ഥ, അതിന് എന്തെങ്കിലും മതിയായ സമ്പത്തുണ്ടോ? കാര്യമായ അസുഖങ്ങളൊന്നുമില്ലേ? ഈ 3 നിയമത്തുകളും നമുക്ക് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾക്ക് പരാതി
വേറെന്തിനേലും കുറിച്ചുള്ള പരാതികളൊക്കെ ആയിരിക്കും. അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ആ നിയമത്തിനെ കുറിച്ച് ചിന്തിക്കൂല നമ്മൾ. അപ്പോൾ ഈ നിയമത്ത് തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹോന്നതൻ, നമ്മൾ ചിന്തിക്കണം. തദക്കർ ജമീലി മുദ് ഖലഖ്തൂക നുത്ഫതൻ വലാ തൻസ തസ്വീരി വലുത്ഫിയ ഫിൽ ഹഷ ഫസല്ലിം ഇലയ്യൽ അംറ വഅലം ബിഅന്നനി ഉനഫീദു അഹ്കാമി വഅഫ്അലു മാ അശാ. മഹാനായ സയ്യിദ് റമദാൻ പൂത്തി തൻ്റെ പല സംസാരങ്ങളിലും കൊണ്ടുവരുന്നൊരു ഷിയറാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഖിതാബ് പോലെ, നിന്നെ നുത്ഫത്തായിട്ട് പടച്ച സമയം മുതൽ നിന്നെ സംരക്ഷിക്കുന്നവനാണ് ഞാൻ. നിന്നെ തസ്വീറാക്കുകയും രൂപപ്പെടുത്തുകയും നിനക്ക് വേണ്ട സൗകര്യങ്ങൾ, ഉമ്മയുടെ ഗർഭപാത്രം മുതൽ ഇതുവരെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അന്ന് ഒരു വായുവും കടക്കാത്ത ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിനക്ക് എൻ്റെ ലുത്ഫ് കാരണത്താൽ വളരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസല്ലിം ഇലയ്യൽ അംറ വഅലം ബിഅന്നനി ഉനഫീദു അഹ്കാമി വഅഫ്അലു മാ അശാ. കാര്യങ്ങളൊക്കെ എന്നിലേക്ക് ഏൽപ്പിച്ചതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു. ആ ഒരു തീരുമാനത്തിൽ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിലാണ് ഇത് പ്രശ്നം വരിക. എന്ത് ഒരു പ്രശ്നം വന്നാൽ ആകെ തകരുക, ജീവിതം തന്നെ തകർന്നു പോവുക, ബുദ്ധി മറിയുക. അല്ലാഹു കാക്കട്ടെ. അൽ ഈമാൻ യഖൂദു ഇലാ ഫഹ്മി നിഅമത്തില്ലാഹി ഫീ കുല്ലി ഷൈ അല്ലേ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മളെ എല്ലാത്തിലേക്കും നയിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാ നിയമത്തായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ബൽവ കൊണ്ടും ബലാ കൊണ്ടും അള്ളാഹു നിയമത്തക്കാരൻ നൽകുക. അങ്ങനെ ഒമായിലെ എല്ലാ സാധനങ്ങളും നിയമത്ത് എന്നുള്ള ചിന്ത, അവസാനം മരണം വരെ അള്ളാഹുവിൻ്റെ നിയമത്തായി മാറുന്നൊരവസ്ഥ. ഇനി എത്ര ആൾക്കാരുണ്ട് മരണസമയത്ത് എനിക്ക് ജീവിതം വേണ്ട, അല്ലെങ്കിൽ മരണം അള്ളാഹുവിലേക്ക് കണ്ടുമുട്ടുന്ന സമയമായി എന്ന രൂപത്തിൽ സന്തോഷിച്ച് മരണത്തെ സ്വീകരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ധാരാളം അഡ്യന്മാർ, സ്വഹാബത്ത് എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഒദന്നൽ ഖല്ലഹിബ്ബ മുഹമ്മദം വഹിസ്ബ അല്ലേ, സ്വഹാബിയുടെ വാക്കാണ്. നാളെ കരയില്ല, സന്തോഷിച്ചോളി എന്ന് കുടുംബക്കാരോട് പറഞ്ഞിട്ട്, കാരണം എന്താ? ഒദന്നൽ ഖൽ അഹിബ്ബ മുഹമ്മദം വഹിസ്ബ, മുഹമ്മദ് നബിയെയും സമൂഹത്തെ കൂട്ടുകാരെയും നാളെ കണ്ടുമുട്ടാനുള്ള ദിവസമാണ് എന്ന് പറഞ്ഞ് മരണത്തെ സന്തോഷത്തോടെ വരവേറ്റ സന്ദർഭങ്ങൾ ധാരാളം. പൂത്തി തൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാകും. മരണം വരെ അനുഗ്രഹമായി തീരുന്നൊരു സന്ദർഭം. എന്തു അനുഗ്രഹമാണ്? നമ്മൾ ഹദീസ് പഠിച്ചതാണല്ലോ. എന്ത് ക്ഷീണം, ബുദ്ധിമുട്ട്, രോഗം, ദുഃഖം, കാലിൽ തറക്കുന്ന മുള്ള് പോലും മുഅ്മിന് അനുഗ്രഹമാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് വരുന്ന ടെൻഷന്, ഇതൊക്കെ അല്ലാഹുവിൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ എല്ലാം അനുഗ്രഹമാണ്. അതൊക്കെ ആ അനുഗ്രഹത്തെ അറിയാൻ നമുക്ക് സാധിക്കണം. അതൊരു അനുഗ്രഹം എന്നുള്ളൊരു ബോധം നമുക്ക് വരണം. അപ്പോൾ ബലാത്തിയാൽ അപ്പോൾ നമുക്കൊരു ചിന്ത വരും, ഇത് അള്ളാഹു തന്നതല്ലേ, അള്ളാഹു അല്ലേ. ആ ഒരു ഹുബ്ബ് ഉണ്ടെങ്കിൽ നമ്മൾക്കൊന്നും വിഷയാവില്ല. ഒരു മെഹബൂബിൻ്റെ പക്കൽ നിന്ന് ചിലപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ അത് സ്വീകരിക്കും, അല്ലെങ്കിൽ അത് പ്രയാസമായിട്ട് വരില്ല. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട് തരുന്നൊരു സാധനം അതിനെ സ്വീകരിക്കുക അല്ലേ. ഒരു ഹുബിൻ്റെ വിഷയത്തിൽ അറിയുന്ന സാധനങ്ങൾ ഒന്നും നമുക്ക് ഹുബ് എന്നുള്ളത് ഒരു മത്താക്കുന്ന സാധനമാണ് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് സ്വഹാബത്ത് സ്വയം ബുദ്ധിമുട്ടുകളൊക്കെ സ്വയം വരിച്ചത്. ത്വൽഹ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മാലിക് ബിൻ സിനാൻ റഹിമഹുല്ലാഹ് തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്ക് വരുന്ന അമ്പുകളൊക്കെ സ്വയം ഏറ്റെടുത്ത സ്വഹാബി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അവർക്ക് വേദന ഉണ്ടായിരുന്നില്ലേ? വേദനയൊക്കെ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾക്കറിയാം. റസൂലിൻ്റെ ഉഹദ് യുദ്ധത്തിൽ റസൂലിൻ്റെ കവിളിൽ പടയങ്കി തറച്ചപ്പോൾ അത് സ്വന്തം വായ കൊണ്ട് പറിച്ചെടുത്ത സ്വഹാബിയാണ് മാലിക് ബിൻ സിനാൻ റഹിമഹുല്ലാഹ്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സ്വഹാബത്തും
അപ്പോൾ തൻ്റെ പല്ല് നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു വിഷയമായിട്ട് വരുന്നില്ല. അപ്പോൾ ഹുബ്ബ് ഉണ്ടായാൽ പിന്നെ വേദനകൾ അറിയില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്ന സമയത്ത് ഇമ്രത്തു മലിക്കിൻ്റെ അവിടുത്തെ സ്ത്രീകൾ, രാജ്ഞി സുലൈഖ ബീവി വിളിച്ചു വരുത്തിയ സ്ത്രീകൾ സ്വന്തം കൈകൾ മുറിച്ചത് അവർ അറിഞ്ഞിട്ടില്ല. യൂസുഫ് നബി പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്. അല്ലാതെ കയ്യുമ്മ തട്ടിയപ്പോൾ ഞെട്ടി ഉണർന്നിട്ടില്ല. കൈ മുറിച്ചു, ആ ബോധമില്ലായിരുന്നു. അപ്പോൾ വേദനയായിട്ട് തോന്നൂല. അതാണൊരു മുഹിബ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരീക്ഷിക്കുന്നത്, എൻ്റെ മെഹബൂബിൻ്റെ പക്കൽ നിന്നുള്ള പരീക്ഷണമാണ് ഇത് എന്ന ബോധം വരുമ്പോൾ ശരിക്കും നമ്മൾക്ക് ആ വേദന ഒന്നും തോന്നൂല, വേദനയായിട്ട് അനുഭവപ്പെടില്ല. യഥാർത്ഥത്തിലുള്ള വേദന അങ്ങനെയായിരിക്കും. അപ്പോഴാണ് മരണത്തൊക്കെ നല്ല രൂപത്തിൽ ഒരുക്കാൻ ഒരാൾക്ക് സാധിക്കുക. ഇനി അഥവാ വേദന ഉണ്ടെങ്കിൽ തന്നെ അത് തഖ്ഫീഫാക്കാനുള്ള കാരണം ഈ ഒരു ചിന്തയാക്കണം എന്നാണ് നമ്മുടെ ഹിക്മത്ത് പറഞ്ഞു വെച്ചത്. ലിയുഖഫിഫ് അലമൽ ബലായാങ്ക് അലൈക് ഇൽമുക ബിഅന്നഹു സുബ്ഹാനഹു ഹുവൽ മുബ്ലീലക്. അള്ളാഹുവാണ് പരീക്ഷിക്കുന്നത് എന്ന ബോധം ഉണ്ടായാൽ നിനക്ക് ഇങ്ങനത്തെ വേദനകളൊക്കെ ശമിപ്പിക്കാൻ സഹായകമാകും എന്നാണ്. അല്ലാഹു യുവഫിഖ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.